ഗെയ്സ് നമ്മളെ വണ്ടി പണിയായി. വല്ലാത്തൊരവസ്ഥ. വണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കരമായ പുക വന്നിട്ട് ഇല്ലേ, പുക വരുന്നില്ല. ഇല്ലാത്തൊരവസ്ഥ എന്താ നമ്മളെ ഫ്ലൈറ്റ് ഏകദേശം എന്താ ഓയിലിനത് കണ്ടില്ല, അതുവരെ കണ്ടില്ല, പുക പോകുന്ന കണ്ടില്ല. ഹീറ്റായിട്ട് വല്ലാത്തൊരു അനുഭവമായിട്ടാ. അപ്പോൾ ഗെയ്സ് ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് നമ്മള് ചെന്നൈ എയർപോർട്ടിലേക്കാണ്. ചെന്നൈ എയർപോർട്ടിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ നേരെ നമ്മളെല്ലാ പ്രാവശ്യവും ട്രെയിനിലാണ് പോക്ക്. ഈ പ്രാവശ്യം എന്ത് ചെയ്ത് ഫ്ലൈറ്റിന് ഡൽഹിക്കാണ്. ഡൽഹിയിൽ നിന്ന് എന്ത് ചെയ്യണം, അവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ. നമ്മൾ ആദ്യം പോകുന്നത് അവിടുത്തെ ഒരു സൂഫി സയൻറ്റിസ്റ്റ് ഉണ്ട്, ഹസ്രത്ത് നിസാമുദ്ദീൻ. അവിടെ പോകാനുള്ള പരിപാടിയാണ്. അപ്പം നമ്മളെ കൂടെ ഇനിയിപ്പോൾ 2 പേരും കൂടി ഉണ്ട്. അപ്പോൾ അവരെ എന്താ പറയുക എടുക്കാൻ പോവാണ്. അവിടേക്ക് പോകുന്ന വഴിയാണ്. എന്താണ് അവിടേക്ക് പോകുന്ന വഴി, എന്താ അത് വീട്ടിൽ പോയി എടുക്കണം. വീട്ടിൽ പോയി എടുത്തിട്ട് അവിടുന്ന് അങ്ങാണ്ട് പോകാനുള്ള പരിപാടിയാണ്. നമ്മളെ അടുത്ത സുഹൃത്താണ് ടിപ്പു സുൽത്താൻ. ടിപ്പുവാണ്. ഇവിടെ ഒരു എന്താ പറയുക അറിയപ്പെടുന്ന ഒരു ദർഗ ഉണ്ട് കേട്ടോ. അതാ കരീമുള്ള ഷാ, റഹീമുള്ള ഷാ, ആയിഷ ബത്തൂർ. ഇവിടുത്തെ അറിയപ്പെടുന്നു. ഇവിടെ ഭയങ്കര നമ്മളെ നാട്ടിൽ പുതിയങ്ങാടിയുള്ള അതേമാതിരി ടൂറിസമൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഏകദേശം മുഹറത്തിലാണ് വരുന്നത്. മുഹറം ലാസ്റ്റായിട്ടാണ് വരുന്നത്. എന്താ ചെയ്യാ പോകാനുള്ള പരിപാടി. ഫുള്ള് ആടല്ല. ഈ ആടിനൊന്നും ഉടമസ്ഥനില്ലാന്ന് തോന്നുന്നു. അവിടെയും അങ്ങനെ ടിപ്പു സുൽത്താൻ വന്നേ. ഇനി നേരെ നമ്മൾ എന്താ ചെയ്യുന്നത്, ചെന്നൈ എയർപോർട്ടിലേക്കാണ്. ഇനി ഒരാളും കൂടി ഉണ്ട്, ഷക്ലീനെ എടുക്കാൻ. ഷക്ലീനെ പോയി എടുക്കണം. അപ്പൊ ഞാൻ അടുത്തതാ നമ്മളാ ഷക്ലീനെ എടുക്കാൻ പോവാണ്. ഷക്ലീനെ എടുക്കാനുള്ള പരിപാടിയാണ്. നമ്മളെ ചെക്കൻ്റെ വീട്ടിലേക്ക് ഓനെ പൊക്കാൻ പോവാണ്. പൊക്കാൻ പോകുന്ന വഴിയാണ്. അവിടുന്ന് ഇൻഷാ അല്ലാഹ് നമ്മള് ട്രെയിൻ ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നു. പക്ഷെ അത് കൺഫേം ആയിട്ടില്ല. കൺഫേം ആവണ വഴിയൊന്നും കാണുന്നില്ല. ഇനി എന്ത് ചെയ്യാം, എന്തായാലും ഡൽഹി പോയിട്ട് എന്ത് ചെയ്യാം, അവിടുന്ന് ഞങ്ങൾ രാജസ്ഥാനിക്കൊക്കെ ഒന്ന് പോകാന്നുള്ളതിൽ, അജ്മീർ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകാന്നുള്ളതില്ലേ. ഇന്ന് നന്നാവാൻ ഇറങ്ങിയതാ. അപ്പൊ എന്ത് ചെയ്യണം, അവിടുന്ന് ഇനി ടിക്കറ്റ് ബുക്ക് ചെയ്യാന്നുള്ള പ്ലാൻ വന്നു. എല്ലാരുമായി പോക്കാണ്. നമ്മളിതാ ഒഴുകേണ്ടിയിരിക്കുകയാണ്. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും. അപ്പൊ ഇനി അവിടത്തുള്ള വിഷ്വല് നമ്മൾ ഈ റൂട്ടിലുള്ള മുമ്പ് വിഷ്വൽ നമ്മൾ ഇട്ടതാണ്. അപ്പൊ എന്ത് ചെയ്യാ, ഇനി എയർപോർട്ടിലുള്ള വിഷയങ്ങളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം. നമുക്ക് പണി കിട്ടി. നമ്മളെ വണ്ടി നോക്കി, വണ്ടിന്റെ ഉള്ളിൽ നിന്ന് ഭയങ്കരമായിട്ട് പുക വരുന്നു. ആകെ പണിയായി. എവിടെ നിന്നാണ് ഇത് പുക വരുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. ആകെ ലോക്കായി കിടക്കുക. ടാക്സിയാ ടിപ്പു? 4:30ക്കാണ്. പക്ഷെ സമയമുണ്ട്. ഇപ്പോൾ ഏകദേശം എയർപോർട്ടിൽ 2 മണിക്ക് എത്തണം എന്നാണ്. ഏകദേശം 12:30 ആയി. ഇവിടുന്ന് ഒരു 1.5 മണിക്കൂറിന്റെ യാത്ര ഉണ്ട്. എന്താവുന്ന ഒരു അവസ്ഥ, വല്ലാത്തൊരവസ്ഥയിലാ. ഭയങ്കരമായി സ്മെല്ല് വരുന്നു വണ്ടീൻ്റെ ഉള്ളിൽ. എന്താന്ന് ഓർമ്മ നോക്കിയപ്പോൾ മനസ്സിലായത് ഭയങ്കരമായി പുകയായി. ഗെയ്സ് നമ്മളെ വണ്ടി പണിയായി. വല്ലാത്തൊരവസ്ഥ. വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കരമായ പുക വന്നിട്ട് ഇല്ലേ, പുക വരുന്നില്ല. ഇല്ലാത്തൊരവസ്ഥ എന്താ നമ്മളെ ഫ്ലൈറ്റ് ഏകദേശം എന്താ ഓയിലിനത് കണ്ടില്ല, അതുവരെ കണ്ടില്ല, പുക പോകുന്ന കണ്ടില്ല. ഹീറ്റായിട്ട് വല്ലാത്തൊരു അനുഭവമായിട്ടാ. അവസ്ഥ കണ്ടില്ല. വെള്ളം പറ്റണ്ട തിളക്കാണ്. വണ്ടിന്റെ ചൂടായിട്ട് അതിനുള്ളിൽ നിന്ന് വെള്ളം കണ്ട് ചാടി വരികയാണ്.
ഇത് എവിടെ നിന്നാണ് ഇത് വരുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. ഇത് കാർപ്പേറ്റിലെ ഒരു തുള്ളി വെള്ളം ഇല്ല, ഇല്ലാത്തൊരവസ്ഥ ഉണ്ടോ? ரேடியேட்டர் தண்ணிங்க பாரு, தண்ணி நிறைய ஊத்தும். തിളക്കുന്ന കണ്ടില്ലേ, വെള്ളം തിളക്കുന്ന കണ്ടില്ലേ? കുറച്ച് ചായന്റെ പൊടി ഇട്ടാ മതി, ചായ ആയിക്കോളും. ആ അവസ്ഥയിലാണ്. ഇഞ്ചനൊക്കെ കണ്ട് ചൂടായിട്ടേ ഇല്ലാത്തൊരവസ്ഥയാണ്. കാര്യം കണ്ട അപ്പൊ ഇനിയിപ്പോ വേറെ ടാക്സി വിളിച്ച് കയറി പോകേണ്ട അവസ്ഥയാണ്. വല്ലാത്തൊരു ലോക്കാണ്. നമ്മളെന്തോ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു കാറ് ബുക്ക് ചെയ്തിരുന്നത്. അതെന്തോ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെന്നൈ ട്രിപ്പിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇതേമാതിരി ബ്രേക്ക് ഡൗൺ ആയി നടന്നു. വണ്ടീൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് ഇഞ്ചിനുള്ളിൽ നിന്ന് പുക വന്നായിരുന്നു. ഇപ്പൊ ഞങ്ങൾ വന്നുകൊണ്ട് വേറൊരു വണ്ടി എന്ത് ചെയ്ത്, ഇവന്റെ മാമന്റെ ഒരു വണ്ടിയാണ്. അതിലിപ്പോ എന്തോ കാർപ്പേറ്ററിൽ വെള്ളം ഒഴിച്ചില്ല, മൂപ്പര് യൂസ് ചെയ്യാൻ തോന്നുന്നു. ആ വണ്ടി എടുത്ത് വന്നതാ. പകുതി എത്തിയപ്പോ സ്മെല്ല് വന്നിട്ട് ഭയങ്കര പുക. ആ അവസ്ഥയല്ല. അപ്പൊ ഇനിയിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, മൂന്നാമത്തെ ഒരു വണ്ടി വിളിക്കാൻ പോയാ ടാക്സി. ഇനി എന്താ അവസ്ഥ അറിയില്ല. എന്തായാലും മെയ് 23 മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. തടി എടുക്കാൻ പോകുന്നത്, വെള്ളം എടുക്കാൻ പോവുക. അവിടെ പോയിട്ട് വെള്ളം എടുക്കുക. അടുത്ത ഞങ്ങൾ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. 15 മിനിറ്റ് കൊണ്ട് വരുന്നു. 15 മിനിറ്റ് പിടിക്കും വരാൻ. ടാക്സി വന്ന് അടുത്ത ടാക്സി വന്ന് അതിൽ പോകാനുള്ള പരിപാടി. இதுக்குள்ள வைக்க முடியல. ആ അപ്പൊ ഇത് കണ്ടില്ലേ, ഈ വണ്ടി കണ്ടു നോക്കി. ഞങ്ങളെ വണ്ടിന്റെ ഞങ്ങളെ വണ്ടി അവിടെ നിൽക്കുന്നുണ്ട്. അതിന്റെ ഫ്രണ്ട് വന്ന് ടയർ പൊട്ടിയതാ. വല്ലാത്തൊരവസ്ഥ. എന്തായാലും എന്നിപ്പോ അടുത്ത വണ്ടി വന്ന് ടാക്സി നമ്പർ TN 20DW 5564. ഓക്കെ, അപ്പൊ പോകാനുള്ള പരിപാടിയാ. ഇത് മടി വെച്ചിടാം സാർ. അപ്പൊ പോവാണേ, അതിൻ്റെ ഉള്ളിൽ കയറി പോകാനുള്ള പരിപാടി. ഫാസ്റ്റ് ആയി പോയി എയർപോർട്ടിക്ക്, ഫ്ലൈറ്റ് കിട്ടും. ഓക്കെ, അപ്പൊ അതാ ഇനി പോവാണ്. എന്നാ സാബി അസ്ഫക് കയ്യിലിരിക്ക സ്വന്തം. അപ്പൊ അതാ പോവാണ്. ഇനി ഒന്നും എടുക്കാനില്ല. അപ്പൊ പോയിക്കൊണ്ടിരിക്കാണ്. എന്താ അറിയില്ല, കുട്ടപ്പനായി. അടുത്ത കാറിൽ കയറി. നമുക്ക് ഏകദേശം 4:20 നമ്മളെ ഫ്ലൈറ്റ് ഉള്ളത്. ചെന്നൈ നാട്ടാ ഫ്ലൈറ്റ് ഉള്ളത് നമ്മള്. ഞാൻ പിന്നെ ഇവിടെ നിന്നാണ്, നമ്മളെ ഇവിടുത്തെ സുഹൃത്തുണ്ടായോണ്ട്, ആർക്കാട് നമ്മളെ സുഹൃത്ത്, തമിഴ്നാട്ടിൽ നിന്ന് സുഹൃത്തുക്കളുടെ 2 പേരുണ്ടായോണ്ട് ഇവിടെ നിന്ന് ചെന്നൈയിൽ നിന്നാണ് ഫ്ലൈറ്റ് കിട്ടിയിരിക്കുന്നത്. 3 പേർക്ക് ഏകദേശം 22 രൂപയായി. ഇനി എന്തായാലും എയർപോർട്ടിലെ വിഷയലുമായിട്ട് വരാം. ഞാൻ യൂട്യൂബർ. അപ്പൊ നമ്മളിത് എയർപോർട്ടിൽ എത്തിയിട്ടാ. ഇതാണ് ചെന്നൈ എയർപോർട്ട്. ചെന്നൈ എയർപോർട്ട് കാണാത്തവരൊക്കെ കണ്ടോളി. അങ്ങനെ ചെന്നൈ എയർപോർട്ടിൽ നമ്മൾ എത്തി. ഉണ്ടല്ലേ, ഇതാണ് ചെന്നൈ എയർപോർട്ട്. ചെന്നൈ എയർപോർട്ട്. നമ്മളെന്താ പേയ്മെന്റ് കൊടുക്കുകയാണ്. കാരണം ഏകദേശം 1300 എത്രയോ ആണ് അവർ പറഞ്ഞത്. എത്രയെന്ന് ചോദിച്ചു നോക്കാം. യൂബറാണ് വിളിച്ചിരുന്നത്. അപ്പോൾ കറക്റ്റ് 2:45 പറഞ്ഞാൽ 5 മിനിറ്റ് എന്താ ഇത് നമ്മളിവിടെ എത്തിച്ചു തന്നിട്ടാ. എന്താ ഇനി അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുള്ള പരിപാടിയാണ്. എൻ്റെ ടിക്കറ്റിൽ ചെറിയൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ട്. ടിക്കറ്റിന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നൗഫീർ പേരിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിരിക്കണേ. അതായത് ഇവിടെ നിന്ന് ഡൽഹിക്കായതുകൊണ്ട് കുഴപ്പമില്ല, ഇന്റർനാഷണലൊക്കെ ആകുമ്പോഴാണ് പ്രശ്നം എന്നൊക്കെ പറയണേ. എന്താണെന്ന് അറിയില്ല, കയറി വെക്കാം. അപ്പോൾ അവർക്ക് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. പറഞ്ഞേക്ക് മറന്നല്ലേ. ഓടെ ഇപ്പം ഇനി വേറെ ആർക്കിട്ട് കയറി. അതാ അതിൻ്റെ ഉള്ളിലേക്ക് 17 അങ്ങേതാ. അപ്പോൾ ഇതാ നമ്മളത് ഗേറ്റ് നമ്പർ 70 ആണ്, D7. ഇതാണ് എയർപോർട്ടിൻ്റെ ഉള്ളിൽ. ഇതാ നമ്മളെ ചെക്ക് എന്താ വരുന്നത്. ഇവർ രണ്ടാളും. അപ്പോൾ അതാ എയർപോർട്ടിൻ്റെ ഉള്ളിലാണ്. കാണിച്ചു കൊടുക്കും. ഇനിയിപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിൽ കയറാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറാണ്. നമ്മളെ ടിക്കറ്റ് കാണിക്കാം അവിടെ. ചെക്കിങ്ങിലാണ്. ഇന്ത്യ
ചെക്കിങ്ങിലാട്ടാ. എന്താണ് അവസ്ഥ എന്നൊന്നും അറിയില്ല. കൊല്ലം കുറേ ആയി ഫ്ലൈറ്റിലൊക്കെ കയറിയിട്ട്. ഗൾഫിൽ പോകുമ്പോൾ ട്രാവൽ ചെയ്യാൻ പോവാണ്. അതറോട് യാറത് ചെക്കിങ്ങാ? അതാ ചെക്കിങ് ആണ്. ചെക്കിങ്ങിലാണ്. ചെക്കിങ്ങിലായിരിക്കും. ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടില്ല 3 പേര്. ഷെക്ലിൻ Nowfear. Yes. YouTube. Pada. ഇതിൻ്റെ ഉള്ളിൽ ഇതാണ്. ബാഗ് ഇങ്ങോട്ട് വെക്കാണ്. ബാഗ് വെക്കാം. അങ്ക ബാഗ് ഡേ ടിപ്പു ഡാ ബാഗ് അവൻ തെറിയില്ല ഫസ്റ്റ് ടൈം. അപ്പോൾ ബാഗ് സ്കാൻ ചെയ്യുന്ന പരിപാടി എന്താ? എന്തിന് പറഞ്ഞ് പോവാണ്. നമ്മളെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയിട്ടാ. ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് പോകാനുള്ള പരിപാടിയാണ്. ഗേറ്റ് നമ്പർ 70 ഒക്കെ ഇല്ല. അപ്പോൾ അതാ നമ്മളെന്ത് ചെയ്യുന്നത് പോകാനുള്ള പരിപാടിയാണ്. ചെക്കിങ്. ഞാൻ അവിടെ പോയി ബെൽറ്റ് ഇതൊക്കെ അയക്കണ്ടേ? എല്ലാം അയക്കണം. കുറച്ച് പരിപാടി ഉണ്ട്. ബാൻഡാണ് ഭയങ്കര ലൂസാണ്. ഇല്ലാത്തൊരവസ്ഥ. നമ്മളെ മാലയാണ് എന്താ പറയുക എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മളെന്തായാലും ശ്രദ്ധിക്കുന്നില്ല. മാലമക്കാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതാ പോവാണ്. എന്താ പോകാനുള്ള പരിപാടി. ഗേറ്റ് നമ്പർ 70 ആണ് നമ്മളത്. അതിൻ്റെ ഉള്ളിൽ കൂടെ പോകണം. നമ്മളെന്താ ഇത് എയർപോർട്ടിൻ്റെ ഉള്ളിലാണ്. ഇതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ അലോട്ടൊന്നും ഇല്ല. പ്രശ്നമാകുമെന്ന് എനിക്കറിയില്ല. പ്രശ്നമായ പ്രശ്നമാവും അവസ്ഥയിലാണ്. അപ്പോൾ അതാ അല്ല ചെക്കിങ് എല്ലാം കഴിഞ്ഞ് ഹാൻഡ് ബാഗ് യൂസ് പണ്ണതുക്ക് അത് അപ്പടിതാ. അപ്പോൾ അതാ പോവാ. ഗേറ്റ് നമ്പർ എവിടെ? ഇവിടെ വീഡിയോ എടുക്കാൻ പെർമിഷൻ സെക്യൂരിറ്റി ഉണ്ടായതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു സെക്യൂരിറ്റി. എന്തായാലും ഞാൻ വീഡിയോ കട്ട് ചെയ്യാം. കപ്പ് കീഴെ വലിക്കടാ ഒന്ന്. അപ്പടിതാ അവന് മേലേക്ക് തള്ളില്ല. ഓനെ ഇതിൽ പിടിക്കടാ. ഇടത് കൈ അപ്പടി പോയി. ഇവനക്കറിയില്ല. ഓൻ ഫസ്റ്റ് ടൈം ഇതാ എന്താ ഓൻ പഠിക്കാണ്. ഓൻ ചിന്ന പയ്യൻ സ്റ്റുഡൻ്റാ. കോഫി കുടിക്കണായിരുന്നു. എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അതാ എന്താണ് എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ള ഇട്ടതൊക്കെ കണ്ടില്ലേ? എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ള ഡ്രസ്സ് എല്ലാം ഉണ്ട്. ഭയങ്കര കൊല്ലുന്ന റേറ്റ് ആയിരിക്കും. നമ്മൾ ജസ്റ്റ് ഒക്കെ റേറ്റൊക്കെ ഒന്ന് ചോദിച്ചേ. എന്താ ഇത് ടിപ്പു സുൽത്താൻ. എന്നും നമ്മളെ കൂടെ യാത്രയൊക്കെ ഉണ്ടാവുന്ന ഒരാളുണ്ടെങ്കിൽ ടിപ്പു. എന്താ ഷെക്ലീൻ എങ്കടാ? ഷെക്ലീൻ അതാ. ഓൻ ആ കണ്ണട ഊരിനില്ല. ഊരിയ പ്രശ്നം എന്ന് പറഞ്ഞത് നമുക്ക് ചെങ്കണ്ണാണല്ലേ ചെങ്കണ്ണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ അവർ വരട്ടെ. ഇതൊക്കെയാണ് എയർപോർട്ടിൻ്റെ ഉള്ളിൽ. ജസ്റ്റ് റേറ്റ് ജേഴ്സി ഒക്കെ എന്താ ഇതൊക്കെ എന്താ റേറ്റ് തന്നെ? എവ്വളോ റേറ്റ് ചുമ്മാ കേട്ടോ? എവ്വളോ? 800 rupees വരും ഇതിൻ്റെ ഉള്ളിൽ ജേഴ്സി. ചെന്നൈ അല്ലേ? ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ. വാലറ്റൊക്കെ? വാലറ്റ് 1000 അതായത് 1000 രൂപ വരും ഒരു വാലറ്റിന്. കുഴപ്പമില്ല. വാലറ്റൊക്കെ ക്വാളിറ്റി ഉണ്ട്. കുഴപ്പമില്ലാതെ
എന്തായാലും പുറത്തേക്കാളും കൊഞ്ചം റേറ്റ് ഇങ്ങനെ കമ്മിയായിരിക്കും കൂടുതൽ வெளியே இருக்கிறதுனாலும் கொஞ்சம் ரேட் அங்கே அதிகமாக இருக்குது சேம் ரேட்டா ஏர்போர்ட்டுக்குள்ள சேம் ரேட்டா ஃபுட்டு மட்டும் தான் உங்களுக்கு ஃபுட்டு மட்டும் ஒரு இது வரும்ல சப்வே சப்வே 250 வெளியில 250 500 ஒரு 250 எக்ஸ்பென்ஸ் ஆகுமே தவிர இதெல்லாம் நார்மல் ரேட் தான் നോർമൽ റേറ്റ് അല്ലേ ഇതൊക്കെ നോർമൽ റേറ്റ് ആണെന്ന് പറയുന്നത് ഫുഡ് മാത്രമാണ് റേറ്റ് കൂടുകയെന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ഞാൻ ചോദിച്ചു എന്നുള്ളൂ ജസ്റ്റ് കേട്ട അவ்வளோதான் ഓക്കെ നിങ്ങളുടെ പേര് മുഹമ്മദ് അല്ലേ അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ എയർപോർട്ടിൻ്റെ കണ്ടില്ലേ എന്താണ് ചെന്നൈ എയർപോർട്ട് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടാ ചെന്നൈ എയർപോർട്ടിൽ ഫസ്റ്റ് ടൈമാണ് ചെന്നൈ എയർപോർട്ടിൽ ഉണ്ടാ നമ്മളെ ഫ്ലൈറ്റ് 4:20 എന്തായാലും നമ്മളെ കൂടെയുള്ളവർ അവർ വാഷ്റൂമിൽ പോയിരിക്കും എന്തായാലും അവർ വരട്ടെ വന്നതിന് ശേഷം ഈ ബാക്കി ഒന്ന് നേരെ ഡൽഹിക്കാണ് ഡൽഹിയിൽ നിന്ന് അവിടെ പോയിട്ട് എന്തെങ്കിലും റൂം എടുക്കണോ നമ്മളെ ഫ്രണ്ടൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞു അവിടെ പോയി റൂം കിട്ടുമെന്നായിരുന്നു ഇല്ലാന്നുണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇതുണ്ടില്ല ചിന്നത് കണ്ടില്ല ഓരോ ഇത് രസമുണ്ട് സംഭവം മൈക്ക് ഓൺ ചെയ്തില്ലേ പോക്ക് ടിപ്പ് എങ്ക പോയി ടിപ്പ് എങ്ക പോയടാ കൂടുള്ള ആളെ കാണുന്നില്ല മിസ്സായില്ല വാ അങ്ങ എങ്കേരുന്നു വാ എന്താ 100 രൂപ 350 മില്ലി 1 ക്യാൻ 100 മാസ 95 സ്പ്രൈറ്റ് 100 125 150 സെറ്റല്ലേ ഇതിൻ്റെ സിസ്റ്റം നോക്കിയിട്ട് സാധനം സെറ്റ് ഉണ്ടല്ലേ ഇത് നെക്കി കൊടുക്കുക സെറ്റാട്ടോ സെറ്റാണ് അയ്യോ ഫാൻറ്റ ഇതൊക്കെയാണ് എയർപോർട്ടിൻ്റെ ഉൾവശം എന്ന് പറഞ്ഞത് എയർപോർട്ടിൻ്റെ ഉൾവശം ഇതൊക്കെ ഞാൻ അങ്ങേ എന്താ സെക്യൂരിറ്റി പൊണ്ണില്ല അങ്ങേ മിലിറ്ററി പൊണ്ണ് അവളെ വീഡിയോ എടുത്തിട്ടേ ഇരിക്കുന്നത് അതാ അവൻ വന്ന് കേട്ടേ എനിക്ക് ഇതിൻ്റെ ഫുഡ് ഭയങ്കര റേറ്റ് എന്നാണ് ഫുഡാണ് ഇതിനുള്ളിൽ റേറ്റ് എന്ന് പറഞ്ഞത് നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം ഫുഡൊക്കെ എന്താ റേറ്റ് വരുന്നത് ചിക്കൻ മസാല മോമയോ പപ്പ ചിക്കൻ മോമോ വേറെ ഒന്നുമില്ല എന്താ മാതിരി നീ ഓർഡർ പണിയെടുക്ക ഞാൻ നോക്കട്ടെ ഫുള്ള് മോമോസ് ആട്ടാ മോമോസിൻ്റെ ഞാനും എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യാം ഇത് റേറ്റ് കണ്ടോട്ട് ഭയങ്കര റേറ്റ് കണ്ടില്ലേ റേറ്റ് നോക്ക് ജസ്റ്റ് എയർപോർട്ടിൻ്റെ ഇതിനുള്ളിലത്തെ റേറ്റ് ഒക്കെ കണ്ടോക്ക് എന്താ റേറ്റ് കണ്ടില്ലേ എന്നാ சொன்னே വാവ് എന്താ കേക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് സാധനമാണ് എന്താ സാധനങ്ങളൊക്കെ ഓക്കെ ക്രിപ്സി ക്രഞ്ച് കുക്കീസ് അല്ലേ ഓക്കെ ഓക്കെ വാ പ്ലീസ് കോൾ ദ മേക്ക് യുവർ ഷുവർ ദ ഡിവൈസ് ആൻഡ് ഇന്റർനെറ്റ് കണക്ഷൻ ആൻഡ് ട്രൈ ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാന്ന് എന്തോ പ്രശ്നം എടുക്കുക അന്ന് ഫ്ലൈറ്റ് മോഡ് ആക്കിയിട്ട് ഓൺ ആക്കി നോക്ക് ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ മൈക്രോവേവിൻ്റെ പ്രശ്നം ഉണ്ടായി ഇതാണ് എന്താ ഇവിടെ ഇരുന്നിട്ട് കഴിക്കുകയും ചെയ്യും നെക്സ്റ്റ് ടൈം ചെന്നൈ എയർപോർട്ടിലായതുകൊണ്ട് എനിക്കൊരു ഐഡിയ ഇല്ല ഇവിടുത്തെ അപ്പോൾ ഇതൊക്കെ എന്താ നല്ല പെർഫ്യൂമൊക്കെ സെറ്റ് സാധനമാണ് പെർഫ്യൂമൊക്കെ എന്താ റേറ്റ് വരണാവും പെർഫ്യൂമേ സ്കിന്നോക്സ് ഇതുവരെ ഒരേ കമ്പനി അല്ലേ ഊത് ടൈപ്പ് ഏത് വരുന്നു ജസ്റ്റ് സാമ്പിൾ പെർഫ്യൂമേ ചെക്ക് ചെയ്ത് നോക്കാം
How much? 4,995. Offer 10%. Rich or 4,000. സൂപ്പ് ഒരു രക്ഷയില്ലാത്ത ഊത് luxury. ഊത് Wood luxury. ഊത് ലക്സ് എവ്വളോ ലാസ്റ്റിങ് 8 to 10 hours last. 8 to 10 hours ലാസ്റ്റിങ് ഇരിക്കുന്നതാണ് ഇതാ ഊത് ലക്സ് സാധനം സെറ്റാട്ടാ വാ വെരി നൈസ് 17 ആട്ടാ ഓപ്പൺ ആയിട്ടില്ല ഓപ്പൺ ആവാൻ സമയം എടുക്കും ഇപ്പോൾ വെയിറ്റിങ്ങിലാണ് അപ്പോൾ അങ്ങനെ നമ്മൾ മോമോ കഴിച്ചാൽ ശരിയാവില്ല എനിക്ക് ഒന്നാമത് വയറിന് സുഖമില്ലാത്തതുകൊണ്ട് മോമോ കഴിക്കാൻ പേടി ചിന്ന പീസ് എന്താ സാപ്പിട്ടോ അവിടെ ടേസ്റ്റ് ഉണ്ട് സൂപ്പർ ടേസ്റ്റ് ആട്ടാ ആ മസാല ഭയങ്കര എരിവ് ഒന്ന് എത്ര പീസ് 5 പീസ് അല്ലേ 5 പീസ് ഉണ്ട് 5 പീസിന് എത്ര 420 5 പീസ് 420 ഇട്ടാ കുട്ടികൾ കണ്ടോ റൈറ്റ് കണ്ടില്ലേ ക്ലാസിക് റെയിൽവേ ബർഗർ പനീർ ടിക്ക ഭയങ്കര റേറ്റ് ആട്ടാ 470 റേറ്റ് കണ്ടില്ലേ വോ റേറ്റ് നോക്ക് എനിക്ക് വേണ്ട എനിക്ക് വേണ്ടത് എനിക്ക് വേണ്ട അപ്പോൾ വീഡിയോ നമ്മളെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ഇനിയിപ്പോൾ ഇവിടുന്ന് ഡൽഹിക്ക് ഏകദേശം ഒരു രണ്ടര മണിക്കൂർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഡൽഹിയിൽ ലാൻഡ് ചെയ്യും അവിടെ നിന്ന് ഏകദേശം 15 മിനിറ്റാ അങ്ങേ നിസാം 15 കിലോമീറ്റർ അല്ലേ 15 കിലോമീറ്റർ ഉണ്ട് എയർപോർട്ടിൽ നിന്ന് 15 കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് എന്താ ടാക്സി വിളിച്ചിട്ട് എന്ത് ചെയ്യും ഇപ്പോൾ ഉള്ള പരിപാടിയാണ് അപ്പോൾ അവിടെ പോയിട്ടുള്ള എന്താ ചെയ്യുക ആ വിശേഷങ്ങളായിട്ട് എന്തായാലും വരും നല്ലൊരു വീഡിയോ എന്തായാലും കാണാം അപ്പോൾ തീർച്ചയായും എന്ത് ചെയ്യുക നമ്മളെ ചാനൽ എന്ത് ചെയ്യുക മറക്കാതെ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഭയങ്കര എരിവ് മോമോ ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ചിക്കൻ്റെ ചിക്കൻ മസാല അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് സാധനം ഇനിയിപ്പോൾ അവിടെ ഗേറ്റ് ഓപ്പൺ ആയി തോന്നുന്നുണ്ട് എന്തായാലും ഫ്ലൈറ്റ് കയറാനുള്ള സമയം